അപ്പോൾ ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു CC ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. ശേഷം നമ്മളൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം എഫക്റ്റ് ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടിയൊക്കെ കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം സാച്ചുറേഷൻ്റെ വാല്യൂ നമ്മളൊരു -30.5 ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു റേഞ്ച് സെറ്റ് ചെയ്യുക. ശേഷം വൈബ്രൻസ് വന്ന് നമ്മളൊരു 1.30. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ എക്സ്പ്ലോഷർ വന്ന് നമ്മൾ ഒരു 0.38 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ അതിൻ്റെ ഓഫ്സെറ്റ് വന്ന് ഒരു 0.03 ആക്കി കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബ്രൈറ്റ്നെസ് വന്ന് നമ്മൾ +30 ആക്കി കൊടുക്കുക. ഓക്കെ, ശേഷം കോൺട്രാസ്റ്റ് വന്ന് നമ്മൾ ഒരു 10 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ കൊടുത്തതിന് ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം ആ ഒരു റെക്റ്റാങ്കിൾ താഴേക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് നമ്മൾ കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 70 ഒക്കെ ആക്കി കൊടുക്കുക. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിൽ ആഡ് എഫക്റ്റ് പോയിട്ട് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, നമ്മൾ മാറ്റ മാസ്കിയിൽ പോയിട്ട് ഈ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇതിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് 0 ആക്കി കൊടുക്കുക. ഇതൊരു ഓക്കെ, അത് സെറ്റ് ചെയ്യുക. ശേഷം ടിൻറ്റ് വന്ന് നമ്മൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലറിൽ പോയിട്ട് ഷാർപ്പൺ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് വേണ്ടത്. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, നമ്മൾ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ഒരു റെക്റ്റാങ്കിളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. റെക്റ്റാങ്കിൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലറിൽ പോയി ഷാർപ്പൺ ആഡ് ചെയ്യുക. ഷാർപ്പൺ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് മാറ്റണം. ഫസ്റ്റ് വാല്യൂ നമ്മളൊരു 0.010 സെറ്റ് ചെയ്യുക. റേഡിയസ് 1 തന്നെയാണ്. ഓക്കെ, ശേഷം നമ്മൾ അതിലേക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ശേഷം നമ്മൾ CC ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ആഡ് ചെയ്താൽ ഇതാണ് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു CC ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂവിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. അതായത് എക്സ്പ്ലോഷർ ആൻഡ് ഗാമയിൽ അതിൻ്റെ എക്സ്പ്ലോഷർ വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അതായത് ഒരു -0.06 ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വാല്യൂ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട് വരുന്നത്. 2 ഇമേജിൽ ഒരു ഇമേജിൽ 2 ഇമേജ് ഇതുപോലെ 2 ഇമേജിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു നല്ലൊരു CC തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ